നമസ്കാരം. മറ്റൊരു പുതുപുത്തൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ മനോഹരമായ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തവനൂർ കാലടിയിലുള്ള കുഞ്ഞുട്ടി ഫാത്തിമ ദമ്പതികളുടെ വീടാണ്. ഇരുനിലയിലായിട്ട് 4 ബെഡ്റൂമോട് കൂടി വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇന്റീരിയർ ഒക്കെ വരുന്ന ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി മനോഹരമായ രീതിയിൽ തന്നെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ചെയ്തൊരു വീടാണ് കേട്ടോ ഇത്. 10 സെന്റ് സ്ഥലത്ത് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ വീട് വന്നിട്ടുള്ളത്. ഇത്രയും മനോഹരമായ രീതിയിൽ നമ്മുടെ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നരിപ്പറമ്പ് എടപ്പാൾ റോഡിലുള്ള ടൈക്ക് ഡിസൈൻ സ്റ്റുഡിയോ ആണ് കേട്ടോ. അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതേ വീടിന്റെ ചുറ്റുഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുറ്റത്തായിട്ട് നോക്കിയാൽ ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോഴേ നേരെ കാണുന്ന ഭാഗത്തായിട്ടാണ് കേട്ടോ കാർപോച്ച് ഒരുക്കിയിട്ടുള്ളത്. ഇതുപോലെ GI പൈപ്പിൽ ഷീറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഭാഗം പുറത്തേക്ക് ഒന്ന് തള്ളി നിൽക്കുന്ന രീതിക്കാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റുമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഷോവാള് നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ജാലി ബ്ലോക്സ് കൊടുത്തിട്ട് നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഗാർഡൻ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വോളിലായിട്ട് തന്നെ ഇതുപോലെ നല്ല ഡിസൈനിൽ വരുന്ന ഒരു വിൻഡോ കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മളിത് അവിടുന്ന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മുകളിൽ ഒരു ഭാഗത്തായിട്ട് ക്ലാഡ് ടൈൽ കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ വീടിന്റെ ബോർഡേഴ്സ് മൊത്തം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു നെവി ബ്ലൂ കളറിൽ വന്നിട്ടാണ് കേട്ടോ. കൂടാതെ നമ്മുടെ ആ ഒരു ഷോവാളിന്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തും വുഡൻ തീമിൽ നല്ല ഭംഗിയിലൊരു ഡിസൈൻ വരുന്നുണ്ട്. ഇനി നമ്മുടെ സിറ്റ് ഔട്ടിന് മുകളിലായിട്ട് ഇത് ആ ഒരു ബാൽക്കണിന്റെ ഭാഗത്തൊക്കെ ഇതുപോലെ GIന്റെ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഇതാ ഫസ്റ്റ് വലിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ട് അതിലായിട്ട് ഒരു കുഞ്ഞു സ്റ്റെപ്പ് വരുന്നുണ്ട്. സ്റ്റെപ്പിലായിട്ട് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നല്ല ഭംഗിയിൽ, അതായത് വീടിന്റെ വലതുവശത്തായിട്ട് ഒരു കുഞ്ഞു ഗാർഡൻ സ്പേസും നല്ല ഭംഗിയിൽ ഒരു അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഈ വോളിലായിട്ട് തന്നെ ഒരു സർക്കിൾ ഡിസൈനും വരുന്നുണ്ട്. ആ ഭാഗത്ത് കോട്ടിയാടാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് കാണാവേ. അപ്പൊ നമ്മുടെ സിറ്റ് ഔട്ട് 2 പില്ലേഴ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പില്ലേഴ്സിലായിട്ട് നോക്കുകയാണെങ്കിൽ താഴെ മുകളിലായിട്ട് ഒരു സിൽവർ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റും കൂടാതെ നടുക്കായിട്ട് കോപ്പർ ഷെയ്ഡും യെല്ലോ ഷെയ്ഡിലൊക്കെ മൊത്തത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ടെക്സ്ചർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനായിട്ട് ഇതാ വുഡിന്റെ 3 സീറ്റർ ചെയർ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ മൊത്തത്തിൽ വുഡൻ ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വുഡൻ മയ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാന്. ആ ഒരു വോളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഡിസൈൻ വരുന്ന ഒരു വിൻഡോ കാണാം. അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്യൂട്ടിഫുൾ വോൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ മെയിൻ ഡോറിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പിനോട് ചേർന്നും ഒരു നല്ല ഭംഗിയിൽ വരുന്ന ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് ഇതുപോലെ LED ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഡോർ വന്നിട്ട് വുഡിന്റെ ഡബിൾ ഡോർ ആണ്. സിമ്പിൾ ആയിട്ട് ഡിസൈൻ വരുന്ന ഒരു ഡോർ ആണ് കേട്ടോ. അതിലായിട്ട് സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതേ അകത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോഴേ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ നേരെ കാണുന്നത് ആ ഒരു വാഷ് ഏരിയ ഒക്കെ ആണ്. കൂടാതെ നമ്മളിതേ കയറി വരുമ്പോഴേ ഈ വലതുവശത്തായിട്ട് ലിവിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴേ എന്റെ ഇടതുവശത്തായിട്ട് കാണുന്ന ആ ഒരു വോളിൽ ഇതുപോലെ വോൾ പെയിന്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒത്തിരി മനോഹരമായ രീതിയിൽ വരുന്ന ഒരു വോൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലായിട്ട് ഇതാ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഇവിടെ സീലിംഗിൽക്കൊക്കെ ഒരു മഴവില്ലിന്റെ ഒരു രീതിക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു വോൾ പെയിന്റിങ്ങും അതിനോട് മാച്ച് ആയ രീതിയിൽ മഴവില്ലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാന്.
ശേഷം നമ്മൾ ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ദാ എൽ ഷേപ്പിൽ തന്നെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു നെവി ബ്ലൂ ആൻഡ് വുഡൻ തീമിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി അതിന് മാച്ച് ആവുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ വിൻഡോസിലൊക്കെ സീബ്ര ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. ആ വോളായിട്ട് തന്നെ ഇതുപോലെ നല്ലൊരു വോൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ മൾട്ടിവുഡിൽ വൈക്കൊടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട്. താഴ്ഭാഗത്തായിട്ട് ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിൽ കാര്യമായിട്ട് ഡിസൈൻ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഒക്കെ വന്നപ്പോൾ അടിപൊളിയാണ് കേട്ടാ. ഇനിയിപ്പോ നമ്മൾ നമ്മുടെ ഡൈനിങ് ഹാളിലേക്കൊക്കെ പോകുമ്പോൾ അതിന്റെ ആ ഒരു എൻട്രൻസിന്റെ ഭാഗത്ത് ഇവിടെ മുകളിൽ നല്ല ഭംഗിയിൽ ഒരു അറബിക് കാലിഗ്രഫിന്റെ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വോളിലായിട്ട് തന്നെ ഒരു വിന്റേജ് ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഹാളിലേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് വന്നിട്ട്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ TV യൂണിറ്റ് ഒക്കെ വരുന്ന ആ ഒരു വാൾ പാർട്ടീഷൻ ആണ് കേട്ടോ. അതിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് ഒരു വാൾപേപ്പർ ഒട്ടിച്ചതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ആ ഭാഗത്തായിട്ട് തന്നെ ഒരു ദിവാൻ കോട്ട് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗത്തായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടിയാടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കല്ലേ. അപ്പൊ നമ്മുടെ കോട്ടിയാടിന്റെ മുകളിലായിട്ട് ഇതാ ഒരു അറബിക് ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതാ UPVC ഗ്ലാസ് ഡോറൊക്കെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇതാ ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നടുക്കൊരു കട്ടിങ് കൊടുത്തിട്ട് അതിലായിട്ട് ആർട്ടിഫിഷ്യൽ മാറ്റും നാച്ചുറൽ സ്റ്റോൺസും കൂടാതെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു പ്ലാന്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഭംഗിയാക്കിയിട്ടുള്ളത്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അവിടെ ആയിട്ടും നല്ല ഭംഗിയിൽ തന്നെ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ആ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. വുഡൻ തീമിൽ ശരിക്കും ഒരു ടൈല് കൊടുത്ത പോലെ തന്നെ ഉണ്ട്. നടുക്കായിട്ട് ഈ സർക്കിൾ ഡിസൈനും വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. രണ്ട് വശത്തായിട്ട് രണ്ട് നാച്ചുറൽ പ്ലാന്റ്സും ഈ ഭാഗത്ത് ഇതുപോലെ ജാലി ബ്ലോക്സ് വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഹാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇതുപോലെ നെവി ബ്ലൂ കളറിൽ ഫ്രെയിം കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ആ വോളും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു കഫേ ചെയർ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ജിഐയിൽ ഇതുപോലെ മുകളിലായിട്ട് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഭാഗം വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും പ്രകാശം കിട്ടുന്ന രീതിക്ക് തന്നെ ഇതുപോലെ സർക്കിൾ പൈപ്പ് കൊടുത്തിട്ടും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇനി തിരിച്ച് ഹാളിലേക്ക് തന്നെ വരാൻ കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു റൂം വരുന്നത്. അവിടുന്ന് വാശേരിയും ഓപ്പൺ കിച്ചൺ ഒക്കെ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ നേരെ കാണുന്ന ഒരു വാശേരി അല്ലേ, അത് വന്നിട്ട് നോക്കില്ലേ നമുക്ക് ആദ്യം. വാശേരിന്റെ ചുറ്റിലും വരുന്ന വോളിലായിട്ട് നെവി ബ്ലൂ കളർ പെയിന്റിങ്ങും നടുക്കായിട്ട് സീലിംഗിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റും കാണാം. ഇനിയിപ്പോ ഇവിടെ ഷോവാളായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിലൊരു ഡിസൈൻ വരുന്നുണ്ട്. നടുക്കായിട്ട് വുഡൻ ലൂവേഴ്സിന്റെ ഒരു ഡിസൈനും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇനി മിറർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയറിൽ ഇതുപോലെ ആപ്പിളിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റ് മിറർ ആണ്. ഇനിയിപ്പോ ഇതിനോടൊക്കെ മാച്ച് ആവുന്ന രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു വാഷ് ബേസിൻ കൂടി വരുന്നുണ്ട്. അവിടെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ മൾട്ടിവുഡിൽ തന്നെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ വാശേരി നിങ്ങൾക്ക് ഇഷ്ടമായോ? കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനിയിപ്പോ വാശേരിയോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് ഒരു ഷോ കിച്ചൺ വരുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റെയറിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഡൈനിങ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ടേബിൾ നല്ല ഭംഗിയിൽ ഒരു ഓവൻ ഷേപ്പിൽ വരുന്ന ടേബിൾ ആണ് കേട്ടോ. അതിലേക്ക് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ചെയേഴ്സും വരുന്നുണ്ട്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് ഷോവാളിലായിട്ട് നോക്കുകയാണെങ്കിൽ നെവി ബ്ലൂ കളറിൽ പെയിന്റിങ് കൊടുത്തിട്ട് നടുക്കായിട്ട് ഇതുപോലെ പരക്കോള ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. കൂടാതെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ LED ലൈറ്റ്സും നടുക്കായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഷോ കിച്ചൺ നോക്കുകയാണെങ്കിൽ ഇതുപോലെ മൾട്ടിവുഡിൽ വുഡൻ പാനലിങ്ങും 2 വലിയ സിലിണ്ടർ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 2 വശത്തായിട്ട് ഇതുപോലെ 2 സ്റ്റോറേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഓപ്പൺ സ്റ്റോറേജ് ആയിട്ട് നല്ല ഡെക്കർ ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട്. കൂടാതെ അവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ അറബിക് കാലിഗ്രഫി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ആ കൗണ്ടർ ടോപ്പിന് താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ വുഡൻ തീമിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്.
ഇനിയിപ്പോൾ നമ്മളിത് ഇവിടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ കിച്ചൺ വരുന്നത്. ഇവിടെ ദാ ഇതുപോലെ ഒരു കുഞ്ഞു റൗണ്ട് ടേബിൾ വരുന്നുണ്ട്. കുഞ്ഞതാണ് കേട്ടോ. നമുക്ക് സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ട് ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ചെയറിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഡിസൈൻ ഒക്കെ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ടേബിളിനോടൊക്കെ ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളിതാ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കൂടാതെ താഴ്ഭാഗത്ത് ഇതുപോലെ മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ച് നല്ല ഭംഗിയിൽ തന്നെ ദാ ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ടും ഇതുപോലെ ക്രോക്കറി യൂണിറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടും നല്ല വൃത്തിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ആയിട്ടും അല്ലാതെ ഒക്കെ സ്റ്റോറേജ് വരുന്നുണ്ട്. കൂടാതെ ആ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ആ ഒരു സ്റ്റോറേജിന് രണ്ട് വശത്തായിട്ടും ഇതുപോലെ പരഗോള ഗ്ലാസ് ഡിസൈനും വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഇതേ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മെയിൻ കിച്ചൺ വരുന്നുണ്ട് കേട്ടോ. നല്ല സൗകര്യത്തിൽ സ്റ്റോറേജിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ഈ കിച്ചൺ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതുപോലെ ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ടോൾ യൂണിറ്റ് വരുന്നുണ്ട്. താഴ്ഭാഗത്തൊക്കെ ഗ്ലാസ് ഒക്കെ വെക്കാവുന്ന രീതിക്ക് ഓപ്പൺ സ്റ്റോറേജും കൂടാതെ മുകളിലായിട്ട് റാക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു സെറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടും നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട്. ഈ റാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ വാഷ് ബേസൺ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിൽ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു വാഷ് ബേസൺ ആണ്. അവിടെ രണ്ട് മിനി വിൻഡോസ് വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് ഇതുപോലെ ഒരു ക്രോക്കറി യൂണിറ്റ് കൂടി ഒരുക്കിയിട്ടുണ്ട്. എൽ ഷേപ്പിൽ വരുന്ന നമ്മുടെ ഈ റാക്കിന് താഴ്ഭാഗത്തും ഇതുപോലെ ഒത്തിരി സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ കിച്ചണിൽ തന്നെ പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡോറും കാര്യമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തിന്റെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അടുപ്പ് വരുന്നുണ്ട്. നല്ല സൗകര്യത്തിൽ ചെയ്ത അടുപ്പ് തന്നെയാണ് കേട്ടോ. പുകയില്ലാത്ത അടുപ്പാണ്. താഴ്ഭാഗത്ത് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മളിത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും എൽ ഷേപ്പിൽ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന് ബേസിലൊക്കെ ആയിട്ട് ടൈലാണ്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് വെക്കാവുന്ന തരത്തിൽ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. കൂടാതെ ഗ്യാസ് സ്റ്റവും ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിങ്കിന്റെ ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു പരഗോള ഡിസൈൻ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ മിനി വിൻഡോസും ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളിതാ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ഷെൽഫൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തായിട്ടും ക്യാബിൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കിച്ചൺ കണ്ടു കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം ഒക്കെ നോക്കാം. അപ്പൊ ആദ്യത്തെ ബെഡ്റൂം ഇതാ ഈ ഒരു ഭാഗത്തല്ലേ വരുന്നത്. അത് വന്നിട്ട് നോക്കുകയാണെങ്കിലും സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലി കോട്ടാണ്. പ്രത്യേകിച്ച് ഡിസൈനും കാര്യമൊന്നും വരുന്നില്ല. അവിടെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് വശത്തായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസും നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. നല്ലൊരു ഫാബ്രിക്കിൽ വരുന്ന സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനി കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ബ്ലാക്ക് റെഡ് തീമിൽ നല്ല ഭംഗി കിട്ടും കാണാന്. കൂടാതെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കൂടാതെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ LED ലൈറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ബാത്റൂം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കളർ കോമ്പിനേഷനിലൊക്കെ ടൈല് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ്. ഒരു വശത്തായിട്ട് നമ്മുടെ വാഷ് ബേസിൻ ഉള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് ഇത് വന്നിട്ടും. ഇവിടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. അവിടെ ഹെഡ് കോട്ടിന്റെ ഭാഗമൊക്കെ നല്ല ഭംഗിയിൽ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. അവിടെ ബാക്ക് വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു റെഡിമെയ്ഡ് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ടാണെങ്കിലും ഇതുപോലെ LED ലൈറ്റ്സ് എന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടെ ബാത്റൂമിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് സ്പേസ് വരുന്നുണ്ട്. ബാത്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഷോവാളിലായിട്ട് നല്ല ഡിസൈനിൽ വരുന്ന നല്ല ഭംഗിയിലുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ്. ഒരു വശത്തായിട്ട് ഒരു കുഞ്ഞു വാഷ് ബേസിന്റെ ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. അതിനായിട്ട് ആദ്യം സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഹാൻഡ് റെയിൽ വന്നിട്ട് ടോപ്പ് റെയിലായിട്ട് വുഡും കൂടാതെ GI പൈപ്പിലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ സ്റ്റെയർ ഒക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത്.
നമ്മുടെ ഈ വീട് മൊത്തത്തിൽ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഈ ഭാഗത്തെ വോളായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് ഇതുപോലെ ലൈൻസ് ഒക്കെ വന്നിട്ട് നല്ല രസമാണ് കേട്ടോ അത് കാണാൻ. കൂടാതെ സ്റ്റെയർ ഏരിയയിലായിട്ട് നോക്കുകയാണെങ്കിൽ വോളിൽ മൊത്തത്തിൽ നെവി ബ്ലൂ അടിച്ചിട്ട് അതിൽ ആ ഒരു വോളിലായിട്ട് തന്നെ ഇതുപോലെ ബോക്സ് ടൈപ്പിൽ കട്ടിങ് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് ഇതാ നല്ല ഭംഗിയിൽ തന്നെ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ആണ് കേട്ടോ. അത് നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അത് ഹോളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഭാഗത്തെ വോളിലായിട്ടും ആ ഒരു സെയിം ടെക്സ്ചർ ഡിസൈൻ ആണ് വരുന്നത്. ശേഷം നമ്മളിതേ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലുപ്പത്തിൽ ഒരു ഹോള് വരുന്നുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോളാണ്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ 2 സോഫ സീറ്ററും കൂടാതെ ഒരു വശത്തായിട്ട് ഒരു കോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നിരത്തി 2 വശത്തായിട്ടും LED ലൈറ്റ്സും നടുക്കായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്തതായിട്ട് കാണാം. ഇവിടെ മുകളിലെ ഫ്ലോറിലായിട്ട് നോക്കിയാൽ മാർബോണൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ദാ ഇവിടെയും 2 ബെഡ്റൂം വരുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഇതാ ഈ ഒരു ഭാഗത്താണ്. ഇത് വന്നിട്ട് നോക്കുകയാണെങ്കിലും സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ദാ ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടാണ് കേട്ടോ. ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ 2 വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോസും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇനി അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഭാഗത്ത് വാർഡ്രോബ് വന്നിട്ടുള്ളത്. ഇത് റെഡിമെയ്ഡ് വാർഡ്രോബാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും ആ ഒരു വോളിലായിട്ട് തന്നെ ഒരു ഓപ്പൺ സ്റ്റോറേജും വരുന്നുണ്ട്. സീലിംഗിലായിട്ട് കാര്യമായിട്ട് എവിടെയും ഒരു ഡിസൈനും വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ റൂമിൽ കണ്ട ഒരു ബാത്റൂം ഇല്ലേ, അവിടുത്തെ ഷോവാളിൽ കൊടുത്ത ആ ഒരു സെയിം ടൈലാണ് വരുന്നത്. ഒരു വശത്തായിട്ട് വാഷേരിയും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ 4ാമത്തെ ബെഡ്റൂം ഇതേ ബാൽക്കണിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ടും സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു സിമ്പിൾ കോട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോ ദാ അതിന് ബാക്ക് വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇവിടെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു കുഞ്ഞു മേശയും വരുന്നുണ്ട്. ഇനി ഇവിടത്തെ ബാത്റൂമിനായിട്ട് ഇവിടെ സെപ്പറേറ്റ് ഒരു സ്പേസ് തന്നെ വരുന്നുണ്ട്. ബാത്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഷോവാളായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഒരു സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ. ഇത് വന്നിട്ടും ഒരു വശത്തായിട്ട് തന്നെ ഒരു വാഷ് ബേസിനും കാണാം. അങ്ങനെ ഫൈനലി നമ്മളിതാ ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഞാൻ താഴ്ന്ന് നമ്മുടെ എക്സ്റ്റീരിയറിൽ കണ്ടപ്പോഴെന്നെ കാണാൻ കൊതിച്ച ഒരു സംഭവമാണ് കേട്ടോ ഈ ബാൽക്കണി. സിമ്പിൾ ആയിട്ടാണെങ്കിലും ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു സ്വിംഗ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ആടാൻ പറ്റുന്ന രീതിക്ക് നല്ല ഭംഗിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്തുള്ള വോളിലായിട്ട് നെവി ബ്ലൂ കളറിൽ പെയിന്റിങ് കൊടുത്തിട്ട് അതിലായിട്ട് ഇതുപോലെ ഒരു സർക്കിൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ദാ എൻഡിലൊക്കെ ആയിട്ട് GI പൈപ്പ് റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ, നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ? ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ ഈ വീട് ഡിസൈൻ ചെയ്ത ടൈക്ക് ഡിസൈൻ സ്റ്റുഡിയോന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇത്. അപ്പൊ കോൺടാക്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട. ഇൻസ്റ്റഗ്രാം ഐഡിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ വീടിന്റെ പ്ലാനോ സൈസോ കാര്യങ്ങളോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് പ്ലാൻ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളെ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഓട്ടോമാറ്റിക്കലി ആവശ്യക്കാർക്ക് യൂട്യൂബിന് എത്തിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.